കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശരണ്യ കുറ്റക്കാരിയെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ആൺസുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് 1.5 വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആൺസുഹൃത്ത് നിതിനെ കോടതി വെറുതെ വിട്ടിരുന്നു. 2020 ഫെബ്രുവരി 17 സംഭവം നടന്നത്. കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചിരുന്നു. വിചാരണയ്ക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യക്കും ശരണ്യ ശ്രമിച്ചിരുന്നു. മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും അതിനാൽ പരമാവധി ശിക്ഷ നൽകരുതെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ ജീവപര്യന്തമാക്കിയതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഭാരം കൂടുതൽ എന്ന അത്യന്തം ഹൃദയഹാരിയായ പരാമർശവും കോടതി ശിക്ഷാവിധിയിൽ പരാമർശിച്ചു. ഫസ്റ്റ് പേജിൽ തന്നെ മധുസൂദൻ നായരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് സാർ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പേ മറ്റൊരു കേസിലും സാർ അത്തരത്തിലുള്ള കവിത ഇതാക്കിക്കൊണ്ട് തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. വളരെ ഈ കേസ് ഈ കോടതിയിൽ വിചാരണ തുടങ്ങിയത് ഓഗസ്റ്റ് മാസമായിരുന്നു. ഇന്നാണ് ഇതിൻ്റെ ഫൈനൽ വിധി. ഫൗണ്ട് ഗിൽറ്റി 19 തീയതി കോടതി കണ്ടു. ഇന്നാണ് അതിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണ്യയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. തൃപ്തരാണോ എന്ന് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. ഡെത്ത് സെന്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. സുഹൃത്തിന്റെ റോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി നടത്തിയ നിരീക്ഷണങ്ങളോട് എങ്ങനെയാണ് അതായത് ഈ കേസ് 302, 120B, 109, അതായത് പ്രേരണയും അതുപോലെ തന്നെ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ഈ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 120B ഗൂഢാലോചനയും അതുപോലെ പ്രേരണ കുറ്റവും തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ക്രൂരതയാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.